ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണിനെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിട്ടുള്ളത് രാഹുൽ തന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് എല്ലാവരും. അതുപോലെ തന്നെ പ്രകാശിനും വിക്രവും കൂട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. എന്തിനു പറയുന്നു, രാഹുൽ തന്നെ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. താൻ ഏർപ്പാടാക്കിയ ഗുണ്ട മുരുകൻ ആ ഒരു പണി ഒപ്പിച്ച് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് രാഹുലിന്റെയും വിചാരം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ കിരണിന്റെ ഓരോ അവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചറിയാൻ വിക്രത്തിനെ പറഞ്ഞു വിട്ട് അവർ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അവർ അറിഞ്ഞിട്ടുള്ളത് കിരണിന് ബോധമില്ല, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. പ്രകാശൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പ്രകാശൻ പറയുന്നുണ്ട്, അതെ എന്തായാലും നന്നായി, അവൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഇങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കുന്നത് കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അത് അവൾക്ക് ആ കല്യാണിക്കൊക്കെ ഉള്ള തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് ഇത് തന്നെയായിരുന്നു രാഹുലെ നല്ലൊരു കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകില് നമ്മുടെ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ഇപ്പോൾ വന്നിട്ടുള്ള ജെറിൻ ജോൺ എന്ന് പറഞ്ഞു വരുന്ന ആള് തന്നെയാണ്. അതായത് നമ്മുടെ കാർത്തികയുടെ ഏട്ടൻ. കാർത്തികയെയും ലക്ഷ്മിയെയും കൊല്ലാൻ വേണ്ടി അവരുടെ ശത്രു തന്നെയാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുന്നത് കിരൺ ആയതുകൊണ്ടാണ് കിരണിന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അവന് ചെറിയൊരു ഷോക്ക് കൊടുക്കണമെന്ന് മാത്രമാണ്, കൊല്ലാൻ വേണ്ടിയല്ല. കാരണം കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ അപ്പം തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെടുത്തൊന്നുമില്ല. എന്തായാലും ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിയുകയാണ്. കിരണും കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക ഇതിനിടയിൽ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മിന്നായം പോലെ ഗംഗപ്രസാദിനെ കാണുന്നുണ്ട്. അപ്പോൾ ഗംഗപ്രസാദ് ഈ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കാർത്തികയ്ക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ ഇങ്ങനെ കിരണിനെ അപകടപ്പെടുത്തിയത് അവൻ തന്നെയാണെന്നുള്ള കാര്യം ഉടനെ തന്നെ പുറത്ത് എല്ലാവരും അറിയുകയാണ്. അതിനുശേഷമാണെങ്കിൽ കിരൺ അപകടപ്പെടുത്തിയതിന് നമ്മുടെ സേനനാണെങ്കിൽ ഗംഗപ്രസാദിനെ നല്ല ചാമ്പുന്നുണ്ട്. ഇനി എന്തായാലും കാർത്തികയുടെയും ലക്ഷ്മിയുടെയും അതുപോലെ തൻ്റെ മകനെ വേദനിപ്പിച്ചതിന് അതിനെല്ലാം കൂടി തന്നെ മറുപടി കൊടുക്കുകയാണ്. കാർത്തിക ലക്ഷ്മിനെ ശല്യപ്പെടുത്തരുത് എന്നൊരു താക്കീതുമൊക്കെ ആയിട്ടാണ് നമ്മുടെ സേനൻ നല്ല പണി കൊടുക്കുന്നത്. സേനനും ഗുണ്ടകളൊക്കെ ചേർന്ന് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.